അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ. ഇനി മുതലായിട്ട് ഇൻഷാ അല്ലാ ഇഷ്ക് മദീന എന്ന ചാനലിലൂടെ ഞാൻ ഇടുന്ന വീഡിയോ പറയുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഓരോ സലാത്തുൽ ഫാത്തിഹ് ഓതുന്നതായിരിക്കും. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ആരൊക്കെയാണോ ഈ വീഡിയോ കേൾക്കുന്നത് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെയായിട്ട് ഒരുമിച്ച് സലാത്തുൽ ഫാത്തിഹ് ചൊല്ലട്ടോ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഖ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് വൻ നാസിരിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വ അലാ ആലിഹി ഹഖ ഖദ്രിഹി വ മിഖ്ദാരിൽ അലീം. അള്ളാഹു സ്വീകരിക്കട്ടെ. മുത്ത് റസൂലിൻ്റെ അടുത്ത് ഈ സ്വലാത്ത് എത്തിക്കട്ടെ. ദുനിയാവെന്നും ആഖിറത്തെന്നും നമ്മൾ മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് ചൊല്ലുന്ന സ്വലാത്തിൻ്റെ പുണ്യം കൊണ്ട് നമ്മുടെ പ്രയാസങ്ങളെല്ലാം അള്ളാഹു തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെയാണ് ഒരുപാട് ഉമ്മമാർ സഹോദരിമാരെന്നോട് ദുആ ചെയ്യണം ഇത്ത എന്ന് പലവിധ വിഷമങ്ങൾ പറഞ്ഞിട്ട് പറയാറുണ്ട്. എപ്പോഴും അവരുടെയൊക്കെ പ്രയാസങ്ങളും ടെൻഷനുകളും എല്ലാം അള്ളാഹു തീർത്ത് സമാധാനം അവരുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് ക്ലാസ്സിൽ ഇന്ന് പറയുന്ന കാര്യം പറയുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഒരു കാര്യം ഞാൻ പറയാം. ഇന്നലെ വെള്ളിയാഴ്ച ആണ് ഞാൻ ആ വീഡിയോ നിങ്ങളിലേക്ക് അപ്ലോഡ് ആക്കിയിട്ടുള്ളത്. വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഓതേണ്ട ഒരു സൂറത്തിനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നോ? അൽഹംദുലില്ലാ, അതേപോലെ ഓതി ഫലം കിട്ടി. രാത്രി തന്നെ ഫലം കിട്ടി. എൻ്റെ മനസ്സിൽ ഒരു പ്രയാസമുണ്ടായിരുന്നു. ആ വിഷമം മനസ്സിൽ വെച്ചിട്ടാണ് നിങ്ങൾ പറഞ്ഞ ആ രൂപത്തിൽ ഞാൻ ആ സൂറത്ത് ഓതി. അൽഹംദുലില്ലാ, സൂറത്തുൽ ഖദറായിരുന്നു ഓതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു സഹോദരി അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളോട് ഷെയർ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇൻഷാ അല്ലാ അടുത്ത വെള്ളിയാഴ്ച വരുന്ന സമയത്ത് നിങ്ങൾ അതേപോലെ എന്തെങ്കിലും പ്രയാസങ്ങളോ ടെൻഷനുകളോ നിങ്ങളെ മനസ്സിലുണ്ട് എങ്കിൽ അതുപോലെയായിട്ട് ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷമായിട്ട് നിയ്യത്താക്കിയിട്ട് ഓതുക. തീർച്ചയായിട്ടും അതിന് ഫലം നിങ്ങൾക്കും ലഭിക്കും. മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഓതിയാൽ മതി. അപ്പോൾ ഇന്നും ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു സൂറത്തിനെ കുറിച്ചാണ്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ നമുക്ക് എന്തിനും ഏതിനും പരിഹാരമുണ്ട് അല്ലേ? ഖുർആനിൽ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്, എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും, വരാനിരിക്കുന്ന കാര്യങ്ങളും വന്നു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും, എന്തൊക്കെ നടക്കുമെന്നോ എന്തൊക്കെയാണ് ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ സഹിക്കേണ്ടത് എന്നൊക്കെ എല്ലാം ഖുർആനിൽ, പരിശുദ്ധമാക്കപ്പെട്ട അള്ളാഹിൻ്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രയാസത്തിന് അതിൽ മരുന്നുണ്ട്, നമ്മുടെ ബുദ്ധിമുട്ടിന് അതിൽ മരുന്നുണ്ട്. അതുപോലെ തന്നെ സ്വലാത്തും എല്ലാ കാര്യത്തിനും ഒരു പ്രതിനിധിയാണ്. അതുകൊണ്ട് സ്വലാത്ത് മുറുകെ പിടിക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ ഒരുപാട് ഉമ്മമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇത്താൻ്റെ വീഡിയോ കണ്ടതിന് ശേഷമായിട്ടാണ് ഇത്ത സ്ഥിരമായിട്ട് സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങിയതെന്ന്. അൽഹംദുലില്ലാ. അതുപോലെ തന്നെ യാസീൻ സൂറത്ത്, മുത്ത് റസൂലിൻ്റെ പേരിൽ യാസീൻ ഓതാൻ തുടങ്ങിയത് ഇത്താൻ്റെ വീഡിയോ കണ്ട് തുടങ്ങിയ മുതലാണ്. അതിൽ ഇത്ത പറഞ്ഞത് കേട്ടിട്ടാണ്. യാസീൻ മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് ഓതാറുണ്ട്, പക്ഷേ എല്ലാ ദിവസവും ഒന്നും യാസീൻ സൂറത്ത് മുത്ത് റസൂലിന് വേണ്ടിയിട്ട് ഓതാറില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പം അതേപോലെ സ്വലാത്തും മുത്ത് റസൂലിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ യാസീനൊക്കെ ഓതി സ്ഥിരമായത് കൊണ്ട് മനസ്സിന് ഒരുപാട് മാറ്റം വരുന്നുണ്ട്. എപ്പോഴും ഒരു ദുഃഖമായിരുന്നു, ഇടങ്ങേറായിരുന്നു, അതുപോലെ തന്നെ എന്നും അസുഖവും പ്രയാസവും ഒക്കെ ആയിരുന്നു. ഒരുപാട് മാറ്റം വരുന്നുണ്ട് സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട്, ദിക്ർ ഇത്ത പറഞ്ഞത് തരുന്നതൊക്കെ ചൊല്ലിയിട്ട്. അൽഹംദുലില്ലാ ഒരുപാട് പേര് പറയാറുണ്ട്. അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ അവർ ചെയ്തു നോക്കി, അവർക്ക് അതിന് ഫലം കിട്ടി. അത് എങ്ങനെയാണ്? അവരത്രക്കും അത് വിശ്വാസത്തോടു കൂടി നിയ്യത്താക്കി ചൊല്ലി. നമ്മുടെ മനസ്സ് എങ്ങനെയാണ് അതുപോലെ ഇരിക്കും നമ്മുടെ ഫലം കിട്ടൽ. അതിപ്പോൾ ഖുർആൻ ഓതുകയാണെങ്കിലും ദിക്ർ ചൊല്ലുകയാണെങ്കിലും മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് സ്വലാത്ത് ചൊല്ലുകയാണെങ്കിലും ഒക്കെ. അപ്പോൾ ഇൻഷാ അല്ലാ ഇന്നും ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ആക്കുന്നത് എന്താ അറിയോ? നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കാനും നമ്മുടെ മനസ്സിലുള്ള എത്ര വലിയ ഉദ്ദേശം നമുക്ക് നേടിയെടുക്കാനും ആഗ്രഹം നേടിയെടുക്കാനും മനസ്സിലും നമ്മുടെ പ്രയാസം തീർന്നു കിട്ടാൻ, എന്ത് കാര്യത്തിനാണ് നമ്മുടെ മനസ്സ് പ്രയാസപ്പെടുന്നത്, എന്താണ് നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ആ ദുഃഖം,
അതിനൊക്കെ ഈ പറയുന്നത് പോലെ നിങ്ങൾ നിയ്യത്താക്കിയിട്ട് ഓതുക. എത്ര ദിവസമാണ് ഓതേണ്ടത് അറിയോ? 7 ദിവസമായിട്ട് തുടരെയായിട്ട് നിങ്ങൾ ഓതണം. ഓതേണ്ടത് എല്ലാ നിസ്കാരത്തിൻ്റെയും ശേഷം 40 വട്ടമായിട്ട് 7 ദിവസം തുടർച്ചയായിട്ട് ഓതണം. ഓതേണ്ട സൂറത്ത് അലം നശ്റഹ് ലക സദ്റക് എന്ന സൂറത്താണ്. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അലം നശ്റഹ് ലക സദ്റക് വവളഅന അൻക വിസ്റക് അല്ലദീ അൻഖള ലഹ്റക് വറഫഅന ലക ദിക്റക് ഫഇന്ന മഅൽ ഉസ്രി യുസ്റ ഇന്ന മഅൽ ഉസ്രി യുസ്റ ഫൈദാ ഫറഗ്ത ഫൻസബ് വ ഇലാ റബ്ബിക ഫർഗബ്. അലം നശ്റഹ് സൂറത്ത് നമ്മളെല്ലാവരും നിസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ഓതുന്ന സൂറത്താണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഒരു സൂറത്തിനെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ താഴെയായിട്ട് ഒരുപാട് പേര് ആ സൂറത്ത് ഏതാണ് എന്നൊന്ന് പറഞ്ഞു തരുമെന്ന്. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് ഓതുന്ന സമയത്ത് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കാം. അലം നശ്റഹ് ലക സദ്റക് എന്ന് തുടങ്ങുന്ന സൂറത്താണ് ഞാനിവിടെ സ്ക്രീനിൽ ഇതവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ആ സൂറത്ത് എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷം, അതായത് സുബഹിൻ്റെ ശേഷം 40 തവണ, അസറിൻ്റെ ളുഹറിൻ്റെ ശേഷം 40 തവണ, അത് കഴിഞ്ഞിട്ട് മഗ്‌രിബിൻ്റെ ശേഷം 40 തവണ, ഇശാഇൻ്റെ ശേഷം 40 തവണ, ഇതേപോലെയായിട്ട് 40 തവണ ഓരോ ഫർള് നമസ്കാരത്തിൻ്റെ ശേഷവും നിങ്ങൾ ഓതുക. എത്ര ദിവസം വരെ? 7 ദിവസം വരെ. ഇന്നിപ്പോൾ നിങ്ങൾ ഓതുകയാണ്, ഇന്നിപ്പം നാളെ ഇൻഷാ അല്ലാഹ് ഓതി തുടങ്ങുകയായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ ഓതി തുടങ്ങാം കേട്ടോ. ഇന്നിപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ മഗ്‌രിബിൻ്റെ ശേഷമായിട്ട് അങ്ങോട്ട് തുടങ്ങിക്കോളി. മഗ്‌രിബിൻ്റെ ശേഷം, ഇശാഇൻ്റെ ശേഷം, സുബഹിൻ്റെ ശേഷം, അങ്ങനെയായിട്ട് ഇങ്ങനെ ഓതി തുടങ്ങിയാലും മതി. ഓതുന്നത് മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടിയിട്ട് ഓതാൻ നോക്കുക. നല്ല തഖ്വയോട് കൂടിയിട്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലുള്ള സൂറത്താണ് ഞാൻ ഓതുന്നത്. എൻ്റെ മനസ്സിലുള്ള പൊറുതികേട്, പ്രയാസം തീർന്നു കിട്ടും. 7 ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് എൻ്റെ വിഷമം അല്ലാഹ് തീർത്ത് തരും എന്ന മനസ്സോട് കൂടിയിട്ട് ആത്മാർത്ഥമായിട്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കയ്യിലെടുത്തുകൊണ്ട് ഈ സൂറത്ത് വുളുവോട് കൂടിയിട്ട് തന്നെ ഓതുക. 40 തവണ നിസ്കാരപ്പാഴയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഓതിക്കോളി. അതായിരിക്കും ഏറ്റവും നല്ലത്. നല്ല വൃത്തിയോടുകൂടി, നജസ്സൊന്നുമില്ലാത്തൊരു, നമ്മൾ നിസ്കാരപ്പാഴയിൽ കയറുമ്പോൾ വൃത്തിയോട് കൂടിയിട്ട് നജസ്സും അതൊന്നുമില്ലാതെയല്ലേ, അപ്പോൾ ആ ഒരു രൂപത്തിൽ തന്നെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കയ്യിലെടുത്ത് പിടിച്ചിട്ട് ആ ഒരു രൂപത്തിലായിട്ട് ഓതിക്കോളി. അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ. അതുപോലെ ഒരുപാട് പേരെന്നോട് ജോലി റെഡിയാവാൻ ഇത്ത ദുആ ചെയ്യണം, എന്തെങ്കിലും സ്വലാത്തോ ദിക്റോ പറഞ്ഞു തരുമെന്ന് ചോദിച്ചവരുണ്ട്. അപ്പോൾ ജോലി, നമ്മൾ ആഗ്രഹിക്കുന്ന ജോലി നമുക്ക് കിട്ടാൻ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ ഇനി പറയുന്നത്. സുബഹിൻ്റെ സുന്നത്തിൻ്റെയും ഫർളിൻ്റെയും ഇടയിൽ ഫാത്തിഹ 41 വട്ടം എല്ലാ ദിവസവും ഓതുക. മനസ്സിലായില്ലേ? സുബഹിൻ്റെ സുന്നത്തിൻ്റെയും ഫർളിൻ്റെയും ഇടയിൽ, സുബഹിൻ്റെ സുന്നത്തിൻ്റെയും ഫർളിൻ്റെയും ഇടയിലായിട്ടുള്ള സമയമല്ലേ, ആ ഒരു സമയത്ത് ഫാത്തിഹ 41 വട്ടം എല്ലാ ദിവസവും ചൊല്ലിയാൽ തേടിയ, അവൻ്റെ മനസ്സിൽ വിചാരിച്ച ജോലി അവന് കിട്ടും. അവന് എന്ത് തരത്തിലുള്ള ജോലിയാണ് മനസ്സിൽ ഉദ്ദേശിച്ചത്, ആ ഒരു ജോലി അവൻ്റെ മുന്നിൽ അള്ളാഹു കാണിച്ചു തരും. എന്തെങ്കിലും ഒരു വഴിക്കൂടെ, ഹലാലായിട്ടുള്ളൊരു മാർഗത്തിലൂടെ അള്ളാഹ് അവൻ്റെ മുന്നിൽ അവന് അനുയോജ്യമായിട്ടുള്ളൊരു ജോലി തന്നെ കാണിച്ചു തരും. അതുപോലെ തന്നെ ഓരോ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് ഒരുപാട് പേര് എപ്പോഴും ചോദിക്കാറുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഞാൻ പറയുന്നത്. ഓരോ വിഷമങ്ങൾ നിങ്ങൾ എഴുതിയെടുത്തോളൂ കേട്ടോ, ഈ ദിക്റൊക്കെ ഞാൻ പറയുന്നത്. ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും ഓരോ ബലാ മുസീബത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഓതേണ്ട ദിക്ർ, ചൊല്ലേണ്ട ദിക്റാണ് ഇനി പറയുന്നത്. ബിസ്മില്ലാഹില്ലദി ലാ യളുറു മാസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമായി വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദി ലാ യളുറു മാസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമായി വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദി ലാ യളുറു മാസ്മിഹി ഷൈഉൻ ഫിൽ അർളി
വലാ ഫിസ്സമായി വഹുവസ്സമിയുൽ അലീം എന്ന ദിക്ർ എല്ലാ ദിവസവും സുബ്ഹിൻ്റെ ശേഷവും മഗ്രിബിൻ്റെ ശേഷവും വെറും 3 വട്ടം വീതം ഓതിയാൽ വിചാരിക്കാത്ത ഭാഗത്ത് കൂടി വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളും അള്ളാഹു കാവലാകും. അതവിടെ തടഞ്ഞു നിർത്തും. എന്ത് തന്നെ മുസീബത്ത് നമുക്ക് വരികയാണെങ്കിലും അതവിടെ അള്ളാഹ് തടഞ്ഞു നിർത്തും. ചൊല്ലിക്കോളി ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമായി വഹുവസ്സമിയുൽ അലീം എന്ന ദിക്ർ ചൊല്ലിക്കോളി. അതുപോലെ തന്നെ മനസ്സിലുള്ള ടെൻഷൻ മാറാൻ, പ്രയാസം, വിഷമം, എന്തോ ഒരു വിഷമമാണ് മനസ്സിന്, എന്താണെന്നറിയില്ല എന്ന് പറയുന്നവരുണ്ട്. ഈ ഒരു ദിക്റും അങ്ങോട്ട് എഴുതിയെടുത്തോളി. ടെൻഷൻ മാറാനുള്ള ദിക്ർ രാവിലെയും വൈകുന്നേരവും വെറും 7 വട്ടമാണ് ചൊല്ലേണ്ടത്. വെറും 7 വട്ടം, രാവിലെ 7 വട്ടം, അതുപോലെ വൈകിട്ട് 7 വട്ടം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു റബ്ബുൽ അർഷിൽ അലീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു റബ്ബുൽ അർഷിൽ അലീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ റബ്ബുൽ അർഷിൽ അലീം എന്ന ദിക്ർ രാവിലെ 7 തവണ, അതുപോലെ തന്നെ വൈകുന്നേരവും വെറും 7 തവണ. ഒരുപാട് തവണ ഒന്നും ചെല്ലണ്ട ഈ പറഞ്ഞ 2 ദിക്റും. നമ്മുടെ ഓരോ പ്രയാസത്തിൽ നിന്നും വിഷമങ്ങളിൽ നിന്നൊക്കെ നീങ്ങിപ്പോവാനുള്ളതാണ്. നേരത്തെ പറഞ്ഞ ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമായി വഹുവസ് സമീഉൽ അലീം. അത് എഴുതിയെടുത്തില്ല നിങ്ങൾ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് എന്തെങ്കിലും പ്രശ്ന പ്രയാസമൊക്കെ വരാതിരിക്കാൻ, അള്ളാഹ് കാവൽ നിൽക്കാൻ അങ്ങനെ ചൊല്ലേണ്ടതാണ്. ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമായി വഹുവസ് സമീഉൽ അലീം എന്ന ദിക്ർ എല്ലാ ദിവസവും സുബഹിൻ്റെ ശേഷവും മഗ്രിബിൻ്റെ ശേഷവും 3 വട്ടം, വെറും 3 വട്ടം. അതുപോലെ ഇപ്പോൾ പറഞ്ഞ നമ്മുടെ മനസ്സിലുള്ള ടെൻഷൻ മാറാൻ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു റബ്ബുൽ അർഷിൽ അലീം രാവിലെ 7 തവണ, അതുപോലെ വൈകുന്നേരം 7 തവണയും. അതുപോലെ ഞാൻ നേരത്തെ ഷോർട്ടാക്കിയിട്ടിട്ട വീഡിയോയിൽ പറഞ്ഞ ദിക്റാണ്. നമ്മൾ അള്ളാഹുവിനോട് എന്ത് തന്നെ ചോദിച്ചാലും, ഹലാലായിട്ടുള്ള എന്തൊരാവശ്യവും അള്ളാഹുവിലേക്ക് നമ്മൾ ചോദിച്ചാൽ അതിന് ഉത്തരം ലഭിക്കുന്ന ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് 166 വട്ടം എല്ലാ ദിവസവും ചൊല്ലിയാൽ അവൻ തേടുന്നതെന്തും അവന് കിട്ടും. ഇടങ്ങേറും ടെൻഷനും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. എല്ലാ ദിവസവും വെറും 166 വട്ടം, എണ്ണം പേക്കണ്ട, 166 തവണ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്ർ ചൊല്ലിയാൽ അവൻ്റെ ജീവിതത്തിൽ ഒരിടങ്ങേറും അള്ളാഹ് തരില്ല. ടെൻഷൻ നീങ്ങിപ്പോകും. അതുപോലെ എന്താണോ ഈ ദിക്ർ ചൊല്ലി അള്ളാഹിനോട് ചോദിക്കുന്നത് ആ ദുആക്ക് അള്ളാഹ് ഉത്തരം നൽകുക തന്നെ ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലിയറായിട്ട് മനസ്സിലാകുന്നൊരു രൂപത്തിലായിട്ട് കേട്ടതിൻ്റെ ശേഷമായിട്ട് ഇതുപോലെയൊക്കെ ആയിട്ട് ചൊല്ലട്ടോ ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം നല്ല ദിക്റുകളായിട്ടോ. ഞാൻ ഒരുപാട് ദിക്റുകൾ ആയിട്ട് ഷോർട്ട് വീഡിയോ ചെയ്യാറുണ്ട്. നിങ്ങളൊക്കെ കാണാറില്ലേ? കാണാറുണ്ട് എങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. കാണാറുണ്ട് ഇത്ത എന്ന് പറയണേ. ദിക്റുകൾ മാത്രമായിട്ടാണ്, 1 മിനിറ്റ് അല്ലേ അത് പറയാനുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാനും സുഖമാണ്. പിന്നെ ഓരോ ദിക്റുകൾ, ഓരോ കാര്യത്തിന് നിയ്യത്താക്കി ചൊല്ലേണ്ട ദിക്റുകളെ കുറിച്ചാണ് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാറുള്ളത്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ലൈക്ക് ചെയ്ത് കാണാൻ നോക്കുക. എന്നാലാണ് മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തുകയുള്ളൂ. അതുപോലെ നമ്മളെ കുടുംബത്തിലുള്ളവർക്കോ അയൽവാസികൾക്കോ ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.